ട്രംപിൻ്റെ ഈ ഏപ്രിൽ ഫൂൾ പ്രസംഗത്തിൻ്റെ ആകെ സത്ത എന്താണെന്ന് ലോകത്തുള്ള ഒരുപാട് ആളുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച ചെയ്യുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സ്പീച്ച് നടത്തി ലോകത്തെ മുഴുവൻ യുദ്ധത്തിൻ്റെ എന്തൊക്കെയോ അറിയിക്കാൻ വേണ്ടി എന്ന പേരിൽ നടത്തിയ ആ പ്രസ്താവനയുടെ സത്ത എന്താണെന്നും സന്ദേശം എന്താണെന്നും ലോകം മുഴുവൻ മാധ്യമങ്ങളും വിലയിരുത്തുകയാണ്. അവരുടെ വിലയിരുത്തൽ വളരെ വിചിത്രമാണ്. സംഗതി വേറൊന്നും കൊണ്ടല്ല, ഒരുതരം ഏപ്രിൽ ഫൂൾ ആക്കലാണ് ആകെ പ്രസിഡന്റ് നടത്തിയതെന്നും അതുകൊണ്ട് തന്നെ പ്രസിഡൻറ്റിൻ്റെ റേറ്റിംഗ് ആഗോളതലത്തിൽ ഏതാണ്ട് 20% താഴ്ന്നുവെന്നുമാണ് അമേരിക്കയിലെ റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ പ്രസംഗത്തിന് ശേഷം പുറത്തുവിട്ട വിവരങ്ങൾ. യഥാർത്ഥത്തിൽ ട്രംപിന് ഇതൊന്ന് അവസാനിപ്പിക്കണം. അതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടണം. അത്തരമൊരു ഉറപ്പ് നൽകാൻ ഇറാൻ തയ്യാറാകുന്നുമില്ല. ഇന്നത്തെ ആ മാധ്യമ സംപ്രേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ട്രംപിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അമേരിക്കയിൽ ഇന്ധന വിലവർധന ഗണ്യമായി കൂടിയത് കൂടാതെ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ -20% ആണ്. ട്രംപിൻ്റെ റേറ്റിംഗ് കുറയുമ്പോൾ ട്രംപിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും പാർട്ട്ണർഷിപ്പുമുള്ള സ്ഥാപനങ്ങളുടെയും റേറ്റിംഗ് താഴോട്ട് പോവുകയാണ്. വീടുകളിലുള്ള ഇന്ധന വിലയെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് US പീപ്പിൾ ആർ കൺസേൺഡ് എന്നാണ് പറഞ്ഞത്. ആളുകൾക്ക് കുറച്ച് കൺസേൺ ഉണ്ട് എന്ന തരത്തിൽ മാത്രമാണ് സൂചിപ്പിച്ചത്. അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു പഴുത് തേടാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ടൊമഹോക്ക് എന്ന് പറയുന്ന മിസൈലും പാട്രിയറ്റ് മിസൈലും ഏതാണ്ട് 15,000-ഓളം എണ്ണമാണ് ഇതുവരെ പൊട്ടിച്ചത്. ഒരെണ്ണത്തിൻ്റെ വില ഇന്ത്യൻ രൂപ ഏതാണ്ട് 20 കോടി മുതൽ 30 കോടി രൂപ വരെയാണ്. എണ്ണി നോക്കിക്കോളൂ, കൂട്ടിക്കോളൂ എത്രയാണ് ഇതുവരെ തുകയായതെന്ന്. കയ്യും കണക്കുമില്ലാതെ അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി അമേരിക്കയുടെ കയ്യിൽ ടൊമഹോക്ക് മിസൈൽ, അതായത് ഇത്രയും ദൂരം പ്രിസിഷനായി ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. 2 ആഴ്ച കൂടി തുടർച്ചയായി യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അമേരിക്ക സ്റ്റാർവ് ചെയ്യുക തന്നെ ചെയ്യും. എന്ന് മാത്രമല്ല അതിൻ്റെ തുക അത് ഒരു കണക്കില്ലാതെ പെരുകുകയുമാണ്. അതിൻ്റെ ചെലവ് വഹിക്കണം എന്ന് ഹോർമിസ് കടലിടുക്ക് കാണിച്ചുകൊണ്ട് പല രാജ്യങ്ങളോടും പറഞ്ഞിട്ടും ഒരു രാജ്യങ്ങളും ഒരു പൂടയ്ക്ക് പോലും വിലവെച്ചില്ല. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആഗ്രഹിക്കുന്നത് പോലെ അവർ തിരിച്ചടിക്കുന്നുമില്ല. നാറ്റോയിലുള്ള രാജ്യങ്ങളാകട്ടെ ഇറ്റലിയും UK-യും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ എയർ സ്പേസ് പോലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഇറാൻ തങ്ങളുടെ മേഖലയിലേക്ക് തിരിച്ചടിക്കും. അത് തങ്ങളുടെ എക്കണോമിയെ ഗൗരവമായി ബാധിക്കും. ഇതുപോലൊരു യുദ്ധവെറിയൻ്റെ ആവേശപ്പുറപ്പാടിനോടൊപ്പം നിൽക്കാൻ അവർക്ക് താല്പര്യവുമില്ല. റെജിം ചേഞ്ച് എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഇത്രയും തുക മുടക്കി ആയത്തുള്ള ഖാംനെയി എന്ന് പറയുന്ന ഒരു വൃദ്ധനെ കൊന്നതിന് ശേഷം, അല്ലെങ്കിൽ 2-3 മനുഷ്യരെ കൊന്നതിന് ശേഷം അവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. 1, 2, 3 ആളുകൾ മാറുന്നത് കൊണ്ട് റെജിം ചേഞ്ച് ആകുന്നില്ല. ആരോടാണ് ഒരു പ്രധാനപ്പെട്ട ഇതിലൊന്നുമില്ലാത്തൊരാളിനോട് താൻ ഉണ്ട് എന്ന് ട്രംപ് പറയുന്നതല്ലാതെ നമ്മുടെ വെനിസ്വേലയിലെ അവിടുത്തെ പ്രസിഡൻറ്റിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അതിന് താഴെയുള്ള ഒരാളിനെ കണ്ടെത്തിയതുപോലെ മറ്റൊരാളിനെ കണ്ടെത്തിയതായി അമേരിക്കയ്ക്ക് പറയാനുമാകുന്നില്ല. ചുരുക്കത്തിൽ വേഗം ഈ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ഇന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്തയുണ്ട്. JD വാൻസ് എന്ന് പറയുന്ന അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ്, ഈ പ്രസിഡൻറ്റിനേക്കാൾ അന്തസ്സും അഭിമാനവുമുള്ള ആളായിട്ട് ലോകം കാണുന്നത് JD വാൻസിനെയാണ്. അദ്ദേഹം പാകിസ്ഥാനോട് ചൂടായെന്ന്, എന്തെങ്കിലുമൊക്കെ ഒരു ഉറപ്പ് വാങ്ങിക്ക്, ഇത് അവസാനിപ്പിക്കണം, പെട്ടെന്ന് ഇത് പുറത്തിറങ്ങണം. യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പല യുദ്ധവിദഗ്ധന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവസാനിപ്പിക്കാനും തുടങ്ങുന്നതിനേക്കാൾ വലിയ പാടാണ്. യഥാർത്ഥത്തിൽ ട്രംപ് എത്തി നിൽക്കുന്നത് അവിടെയാണ്. ഒന്നും പറയാനില്ലാത്ത ഒരു സന്ദേശം. എല്ലായ്പ്പോഴും എന്നതുപോലെ ഇനി വരും ദിവസങ്ങളിൽ വലിയ അടിയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പടക്കമടിച്ച് പിരിയുകയാണ്. കൂട്ടത്തിൽ ജയിച്ചു എന്നും സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്.